وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പുനരാരംഭിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കേണ്ട അറിവുകളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന അറിവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് തൗഹീദ് എന്നല്ലാതെ മറ്റൊരു ഉത്തരമില്ല. അവൻ്റെ റബ്ബിനെ മനസ്സിലാക്കുക, അവന് റബ്ബിന് കൊടുക്കേണ്ട ഇബാദത്തുകളെ കുറിച്ച് കൃത്യമായി ഒരുവന് ധാരണയുണ്ടാകുക, ഇതിന് സഹായകമാകുന്ന പാഠങ്ങളാണ് കിതാബ് തൗഹീദ് എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത്. ഇന്ന് വായിക്കാൻ പോകുന്ന ഈ അധ്യായം ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമ അംഗീകരിച്ചു മുസ്ലിമായ ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇത് പഠിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാൻ പാടില്ലാത്തതായ, അല്ലെങ്കിൽ ഇതിനെ തൊട്ട് അജ്ഞത അവനുണ്ടായിരിക്കാൻ പാടില്ലാത്തതായ ഒരു അധ്യായമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. കാരണം ഇത് മനുഷ്യർക്ക് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിന്മയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ. ഈ തിന്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പല തിന്മകളും ശ്രേഷ്ഠതയേറിയ സമയത്തും ശ്രേഷ്ഠതയേറിയ സ്ഥലത്തുമൊക്കെ എത്തുന്ന സമയത്ത് ആളുകൾ ഒഴിവാക്കി. പക്ഷെ ഈ തിന്മ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും അല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് പലപ്പോഴും മനുഷ്യനെ ഈ തിന്മ കൂടുതലായി പിടികൂടുന്നത്. നമ്മുടെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ ഈ കടുത്ത തിന്മ അവരിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് വളരെയധികം ജാഗരൂകരായിരുന്നു, പേടിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും നല്ല മനുഷ്യരായ ഖൈറുന്നാസ് എന്ന് അവിടുന്ന് വിശേഷിപ്പിച്ച സഹാബികളോട് നിങ്ങളിൽ ഞാൻ ഇത് പേടിക്കുന്നു, ഇത് സംഭവിക്കുമെന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ഉണർത്തിയിട്ടുണ്ട്. ഇത് സഹോദരങ്ങളെ ഈ അധ്യായത്തിന്റെ തലക്കെട്ടിൽ വന്നതുപോലെ ബാബു മാ ജാഅ ഫിർ റിയാ, ലോകമാന്യത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള അധ്യായം എന്നാണ് അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായവും ഇതിനു ശേഷമുള്ള അധ്യായവും, ഈ രണ്ട് അധ്യായങ്ങളിൽ അദ്ദേഹം പ്രതിപാദിച്ചിട്ടുള്ളത് മനുഷ്യർക്ക് അവരുടെ ഉദ്ദേശത്തിൽ സംഭവിക്കുന്ന, അവരുടെ ഖസ്ദിൽ ഇറാദത്തിൽ സംഭവിക്കുന്ന ശിർക്കിനെ കുറിച്ചിട്ടാണ്. അവനൊരു പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് അതിന്റെ ലക്ഷ്യത്തിൽ അതെന്തിനു വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം ഇത് ആർക്കു വേണ്ടി ചെയ്യുന്നു എന്ന നീയത്തിൽ നിന്നും അവൻ തെറ്റിപ്പോയിക്കൊണ്ട് അവൻ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ആ അമൽ ചെയ്യുന്ന അവസ്ഥ. അർറിയാ എന്ന് പറയുന്നത് ഭാഷാർത്ഥം സഹോദരങ്ങളെ, ഇത് നമ്മൾ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തു മറ്റൊന്ന് കാണിക്കുക എന്നുള്ളതാണ്. ഭാഷാർത്ഥം അങ്ങനെയാണ്. പണ്ഡിതന്മാർ അതിനെ ഭാഷാർത്ഥമായി പറയുന്ന ളുഹൂറുൽ അമലി സാലിഹി അലാ ഖിലാഫി മാ യുബ്തിൻ, അവൻ ഉള്ളിൽ ഒളിപ്പിച്ചതിന് വിരുദ്ധമായി കൊണ്ട് മറ്റൊന്ന് പുറത്തു കാണിക്കുക എന്നുള്ളതാണ്. ഔ ഇൽഹാറു ഖിലാഫ മാ ഫിൽ ബാത്തിൻ, ഉള്ളിലുള്ളതിന് വിരുദ്ധമായ ഒരു കാര്യം പുറത്തു കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാഷാപരമായി നിങ്ങളിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അയാൾ കണ്ട സമയത്ത് നിങ്ങൾ അയാളോട് നല്ല ചിരിച്ച് പുഞ്ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്താൽ നമ്മൾ പറയും, നീ റഅയ്തുഹു, അവനോട് റിയാ ആണ് കാണിച്ചത് എന്ന് പറയും. കാരണം ഉള്ളിൽ നിനക്ക് അവനോട് ഭയങ്കര വെറുപ്പാണ്. ചിരിക്കാൻ മാത്രമുള്ള ഒരു ലോക്യം, ഒരു ബന്ധമൊന്നും അവനോടില്ല. പക്ഷെ അവനെ കണ്ടപ്പോൾ നിനക്ക് ചിരിക്കേണ്ടി വന്നു. അതാണ് ഭാഷാപരമായി റിയാ എന്ന് പറഞ്ഞാൽ അർത്ഥം അതാണ്. എന്നാൽ ശറഇൽ ഈ അധ്യായം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയാൻ പോകുന്ന നിർവചനമാണ്. ഫഹുവ ഇൽഹാറുൽ അമലി സാലിഹ് അമാമ الناس بقصد طلب مدحهم وأن يذكره الناس بخير. എന്താണ് പറഞ്ഞത്? ഇൽഹാറു അമലി സാലിഹ്, സൽക്കർമ്മങ്ങൾ പ്രകടിപ്പിക്കുക, അമാമന്നാസ് ജനങ്ങൾക്ക് മുന്നിലായി,
ജനങ്ങൾക്ക് മുന്നിൽ നീ സൽക്കർമ്മങ്ങൾ കാണിക്കുന്നത്, അതിങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പ്രകടിപ്പിക്കുക. എന്തിനു വേണ്ടി? ബിഖസ്ദി ത്വലബി മദ്ഹിഹിം, അവരുടെ പുകഴ്ത്തൽ നീ പ്രതീക്ഷിച്ചുകൊണ്ട്. അതാണ് നീ തേടുന്നത്. അവർ നിന്നെ പുകഴ്ത്തണം, നീ നല്ല ഇബാദത്ത് ചെയ്യുന്നവനാണ് എന്ന് അവർ നിന്നെ പുകഴ്ത്തണം. വഅയ്യദ്കുറഹു നാസു ബിഖൈർ, അല്ലെങ്കിൽ അവനെ ജനങ്ങൾ നല്ലത് പരാമർശിക്കണം, അവനെ കുറിച്ച് ആളുകളൊക്കെ നല്ലത് പറയണം. ഇതാണ് അവന്റെ ചിന്ത. സഹോദരങ്ങൾ, ഈ ഒരു ചിന്ത ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ആരും ഉദ്ദേശിച്ച് നീയത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമായിക്കൊള്ളണമെന്നില്ല. ഒരു പക്ഷെ ഈ ഹദീസൊക്കെ അറിയുന്ന, ഈ വിഷയത്തിന്റെ ഗൗരവം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ട താക്കീത് ചെയ്യപ്പെട്ട ആളുകളിൽ പോലും ഇത് സംഭവിക്കും. നമ്മളൊക്കെ തന്നെ പലപ്പോഴും ഈ ഹദീസുകൾ കേൾപ്പിക്കുകയും ചെയ്ത ആൾക്കാരായിരിക്കും നമ്മൾ, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആൾക്കാരായിരിക്കും നമ്മൾ. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ആരും ഇതിൽ നിന്നും സുരക്ഷിതരല്ല. എപ്പോഴും പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു, ബിഖസ്ദി ത്വലബി മദ്ഹിഹിം, അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലത. ആളുകൾ അവനെ പുകഴ്ത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. ഈ ഒരു ഖൈദ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചില സമയത്തൊക്കെ ഷറഇൽ ആളുകൾ പുകഴ്ത്തണമെന്ന ഉദ്ദേശമില്ലാതെ സാലിഹായ ചില പ്രവർത്തനങ്ങൾ ആളുകൾക്ക് മുമ്പിൽ ചെയ്യാൻ അനുവാദം നൽകാറുണ്ട്. ഉദാഹരണത്തിന്, വളരെ പിശുക്കരായ ആളുകളുടെ മുന്നിൽ ഒരാൾ, അതായത് ധനികരായ ആൾക്കാരാണ്, പക്ഷെ അവർ പിശുക്കരാണ്, കൊടുക്കാറില്ല. പക്ഷെ ഇയാളൊരു മാതൃകയായിക്കൊണ്ട് അവിടെ വെച്ച് കൊടുത്തു കാണിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയൊരു മസ്ലഹത്ത് അതിനുണ്ട് എന്ന് കാണുകയാണ് എങ്കിൽ ആളുകൾ കാണുന്നതിന് വേണ്ടി തന്നെ ഇയാൾക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരിക്കലും അവരുടെ പുകഴ്ത്തലിന് വേണ്ടിയോ ഇയാൾ വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാൻ വേണ്ടിയോ ആകാൻ പാടില്ല. പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെയും റിയാഇന്റെയും ഇടയിലുള്ള വ്യത്യാസം അറിയുന്നത് ഒരു മുടിയുടെ ഒരു തലനാരിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവമുള്ളതാണ്. സലാമത്താണ് ഏറ്റവും പ്രധാനം. സുരക്ഷിതരായി നമ്മൾ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പലപ്പോഴും ഇത്തരം മസ്ലഹത്തിനാണ് എന്ന് തുടക്കത്തിൽ പറയുകയും പിന്നീട് യഥാർത്ഥത്തിലുള്ള റിയായിലേക്ക് ആളുകൾ വീണുപോകാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം അതിനുണ്ട്. ഇങ്ങനെയുള്ള ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ ആളുകൾ കാണുന്നതിന് വേണ്ടി ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി, ചില നന്മകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുക എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളത് ശറഇൽ തന്നെ നമുക്കതിന് തെളിവ് കാണാൻ സാധിക്കും. ശരി, റിയാ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ നമ്മൾ പറഞ്ഞു ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി, റുഇയ എന്ന വാക്കിൽ നിന്നാണ് അതിൽ ഉണ്ടായിട്ടുള്ളത്. ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ്, റിയായിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് അത്തസ്മീഅ് എന്ന് പറയുന്നത്. തസ്മീഅ്, കേളി ഉണ്ടാക്കുക. ആളുകളെ അവൻ ചെയ്യുന്ന കാര്യം കേൾപ്പിക്കുക എന്ന് പറയും. ആളുകൾ അവൻ ചെയ്യുന്ന കാര്യം കേൾപ്പിക്കുക. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? റിയായിൽ ആളുകൾ കാണുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ, തസ്മീഇൽ അവന്റെ സംസാരം, അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആളുകളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉള്ളത്. രണ്ടും വളരെ ഗൗരവമുള്ള കാര്യമാണ്. തസ്മീഇന് പണ്ഡിതന്മാർ പറയുന്നത് 4 രൂപങ്ങൾ അതിനുണ്ടാകാറുണ്ട്. തസ്മീഅ്, ആളുകളെ കേൾപ്പിക്കുക എന്ന് പറയുന്നത് 4 രൂപത്തിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലൊന്നാമതായ സൂറത്തുൽ ഊല, ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, സൂറത്തുൽ ഊല അൻ യുസമ്മിഅ അൽ ഇൻസാനു ബിഅമലിഹി സ്സാലിഹ് അസ്നാ അൽ അമലി ബിഖസ്ദി അൻ യുംദഹ്. അവൻ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് തന്നെ അത് ആളുകളെ കേൾപ്പിക്കുന്ന അവസ്ഥ. ഏതുപോലെ? ഒരാൾ രാത്രി നിസ്കരിക്കുകയാണ്. രാത്രി നിസ്കരിക്കുന്ന സമയത്ത് അവൻ ഖിറാഅത്ത് ഉച്ചത്തിൽ പാരായണം ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ പുറത്ത് നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകൾ അറിയണം ഇവൻ രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. അതാണ് അവന്റെ ഉദ്ദേശം. രാത്രി നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ അറിയണം ഇവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന ആളുകൾ അറിയുന്നതിന് വേണ്ടി ആ നിസ്കാരത്തിൽ തന്നെ ഖിറാഅത്ത് ഒച്ചത്തിലാക്കിയിട്ടോ മറ്റോ അവൻ എന്ത് ചെയ്യും? ആ ഇബാദത്തിൽ തന്നെ അവൻ എന്ത് ചെയ്യും? അത് ആളുകളെ കേൾപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അവനെന്നും രാത്രി എഴുന്നേൽക്കുന്ന ഉബ്ബാദുകളുടെ, നന്നായി ഇബാദത്തെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് പറഞ്ഞ് ആളുകൾ പുകഴ്ത്തണം. രാവിലെ ആകുമ്പോൾ ആളുകൾ പറയണം, ഞാൻ ഇന്നലെ രാത്രി കേട്ടിട്ടുണ്ട്, അയാൾ രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളാണ്. ഇതാണ് ഇവന്റെ ഉദ്ദേശം. ഈ ഒച്ചത്തിൽ ഓതുന്നതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. ഇങ്ങനെ ഒരു സൂറ ഉണ്ട്. രണ്ടാമത്തെ സൂറ
രണ്ടാമത്തെ മറ്റൊരു രൂപം എന്ന് പറയുന്നത് അമൽ ചെയ്യുമ്പോൾ പതുക്കെ തന്നെയാണ്. ഇപ്പൊ ഇതേ ഉദാഹരണം തന്നെ എടുക്കുകയാണെങ്കിൽ അമൽ ചെയ്യുന്ന സമയത്ത് അവൻ പതുക്കെ തന്നെയാണ് ഓതിയിട്ടുള്ളത്. എന്നാൽ അമൽ ചെയ്യുന്ന സമയത്ത് അവന് നീയത്തുണ്ട്. രാവിലെ ആയിട്ട് ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ അറിയിക്കണം എന്നുള്ള ഒരു നീയത്തുണ്ട്, ജനങ്ങളെ അറിയിക്കണം എന്നുള്ളൊരു നീയത്തുണ്ട്. കാണിക്കാൻ ഏതായാലും സാധിക്കുകയില്ലല്ലോ, കാരണം അമൽ രാത്രി നിസ്കാരം അതിന്റെ രൂപം തന്നെ രാത്രിയിലാണ്. ആളുകൾ അറിയാൻ സാധ്യതയില്ല, ജനങ്ങൾ ഉറങ്ങുമ്പോഴാണ് ഇയാള് നിസ്കരിച്ചിട്ടുള്ളത്. പക്ഷേ ആ നിസ്കരിക്കുന്ന സമയത്ത് തന്നെ അവന്റെ നീയത്ത് എന്തുണ്ട്? ഇത് ആളുകളെ കേൾപ്പിക്കണം, നാളെ ആളുകളോട് പറയണം. അതിന് പല തന്ത്രങ്ങളും കണ്ടുപിടിക്കുക. ഞാൻ രാത്രി 3 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഭയങ്കര അങ്ങനെ ആയിരുന്നു, എന്നിട്ട് 4 മണിയാകുന്നവരെ ഇങ്ങനെ ആയിരുന്നു. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ മനസ്സിലാക്കിക്കോളും, ഇവൻ 3 തൊട്ട് 4 മണി വരെ എഴുന്നേറ്റ് ഇബാദത്തിലായിരുന്നു. അങ്ങനെ ആളുകൾ ഇവനെക്കുറിച്ച് നല്ലത് ധരിക്കുകയും ആളുകൾ നല്ലത് പറയുകയും ചെയ്യും എന്നുള്ള ഒരു രൂപം. ഇതാണ് രണ്ടാമത്തെ രൂപം. ഈ 1ഉം 2ഉം, ഈ 2 രൂപവും ഇത് ഹറാമാണ്, അമലിനെ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ്. ഒന്നാമത്തേത് അമൽ തന്നെ ആളുകളെ കേൾപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന അമൽ. രണ്ടാമത്തേത് അമൽ ചെയ്യുമ്പോൾ നീയത്തുണ്ട്, ചെയ്യുമ്പോൾ തന്നെ നീയത്തുണ്ട്. ഇത് രാവിലെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന നീയത്തുണ്ട്. മൂന്നാമത്തെ സൂറ പണ്ഡിതന്മാർ പറയുന്നു, മൂന്നാമത്തെ രൂപം അൻ യുസമ്മിഅ ബിഅമലിഹി ബഅദൽ അമൽ മിൻ ഗൈരി അൻ യകൂന ദാലിക മഖ്സൂദൻ ഇൻദൽ അമൽ. അമൽ ചെയ്യുന്ന സമയത്ത് ഇത് പറയണമെന്നുള്ള നീയത്തൊന്നും ഉണ്ടായില്ല. അമൽ ചെയ്യുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി ചെയ്യുന്ന അമലാണ്. ഇപ്പൊ രാത്രി നിസ്കരിക്കുന്ന ഇതേ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അമൽ ചെയ്യുന്ന സമയത്ത് അവൻ അങ്ങനെ ഒരു നീയത്തേ ഉണ്ടായിട്ടില്ല. അള്ളാഹ്ക്ക് വേണ്ടി എഴുന്നേറ്റു, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിച്ചു, അങ്ങനെ രാവിലെ ആകുമ്പോൾ മറ്റൊരാളോട് പറയണമെന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം മറ്റൊരാളോട് പറയണമെന്നോ അങ്ങനെ യാതൊരു ചിന്തയും അവനില്ല. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം, അമലൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ആയി, അപ്പോൾ അവന് പെട്ടെന്നൊരു തോന്നി, ഇന്നലെ രാത്രിത്തെ അമലൊന്നു പറഞ്ഞു കളയാം. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നത്, ആ ചെയ്യുന്ന പ്രവൃത്തി അത് ഹറാമാണ്, സംശയം ഇല്ല. ആ ചെയ്യുന്ന പ്രവൃത്തി ഹറാം, ആളുകൾ അറിയിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി ഹറാമാണ്. പക്ഷേ കഴിഞ്ഞുപോയ രാത്രിയിലെ അമൽ അത് ബാത്തിലായി പോവുകയില്ല. കാരണം ആ അമൽ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്ത അമലാണ്. അത് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പോ ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷമോ, നിസ്കാരമാണെങ്കിൽ സലാം വീട്ടുന്നത് വരേക്കോ അവനിത് ആളുകളെ അറിയിക്കണം എന്നുള്ള യാതൊരു ചിന്തയും അവനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ശുറൂത്ത് അനുസരിച്ചാണ്, നിബന്ധനകൾ അനുസരിച്ചാണ് അമൽ ചെയ്തിട്ടുള്ളത്. ആ അമൽ ബാത്തിലാക്കുന്ന മറ്റു കാര്യങ്ങൾ അതിൽ പെട്ടിട്ടുമില്ല. അതുകൊണ്ട് ആ അമലിന് അതിന് കുഴപ്പമൊന്നും സംഭവിക്കുകയില്ല. പക്ഷെ ഇപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി, പറയുക എന്ന് പറയുന്ന കാര്യം, ആളുകളെ അറിയിക്കുക എന്ന് പറയുന്ന ഈ കാര്യം, അത് ഹറാമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. 2ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം, രണ്ടാമത്തേത് അമൽ ചെയ്യുമ്പോൾ തന്നെ നീയത്തുണ്ട്, ചെയ്യുമ്പോൾ ആളെ കേൾപ്പിച്ചിട്ടില്ലെങ്കിലും ചെയ്യുമ്പോൾ തന്നെ നീയത്തുണ്ട്, ഇത് നാളെ മറ്റൊരാളെ അറിയിക്കണം എന്നുള്ളത്. എന്നാൽ ഈ മൂന്നാമത്തേത് ചെയ്യുമ്പോൾ അങ്ങനെ നല്ല ഒരു നീയത്തും മോശമായില്ല, നല്ല നീയത്തോടുകൂടി ചെയ്തതാണ്. പക്ഷേ ചെയ്തതിന് ശേഷം പിന്നീട് ആളുകളെ അറിയിക്കുകയാണ് ചെയ്തത്. രണ്ടും ഗൗരവമുള്ള കാര്യം തന്നെയാണ്, ഒഴിവാക്കേണ്ട കാര്യം തന്നെയാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നാം നേരത്തെ പറഞ്ഞതുപോലെ അൻ യുസമ്മിഅ ബിഅമലി ലിഖസ്ദിൻ മശ്റൂ വലൈസ ലിഖസ്ദിൽ മദ്ഹ്. ശർഈയായ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് ആളുകളെ അറിയിക്കുന്നത്, ആളുകളെ പുകഴ്ത്തലിന് വേണ്ടിയിട്ടൊന്നുമല്ല. ഏതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു, പിശുക്കരായ ചില ആളുകളുണ്ട്, പിശുക്കരായ പണക്കാരായ ആൾക്കാരുണ്ട്. അപ്പോ അവരോട് ഇതൊക്കെ പറഞ്ഞാൽ അവരിത് കൊടുക്കാൻ സാധ്യത, ഇതാണ് അവന്റെ നീയത്ത്, അവരെ കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിപ്പിക്കണം. അതല്ലാതെ എന്നെ അവർ പുകഴ്ത്താൻ, അങ്ങനെ ഒരു നീയത്തെ അവന്റെ മനസ്സിലില്ല. നീയത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തു, അള്ളാഹു മാത്രം സ്വീകരിക്കണം എന്നുള്ള നീയത്താണ്. അവൻ പറയും, ഞാനിങ്ങനെ സാധുക്കളായ ആൾക്കാർ ആ ഭാഗത്തൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റി, അവർക്കൊക്കെ ഇനിയും ഒരുപാട് ആളുകൾ കൊടുക്കണം എന്നൊക്കെ ആവശ്യമുള്ള ആൾക്കാരായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിൽ നമ്മൾ പരാമർശിക്കുന്ന സമയത്ത് അവർ പറയാമോ ഇയാളൊക്കെ കൊടുത്തു, അപ്പൊ നമ്മളൊക്കെ കൊടുക്കേണ്ട ആൾക്കാർ തന്നെയാണല്ലോ എന്ന ചിന്തയിൽ എന്ത് ചെയ്യും, ഇയാളൊക്കെ കൊടുക്കുമെന്നാണ്. അപ്പൊ ആ ഒരു നിയത്ത് മാത്രമേ ഉള്ളൂ. ഇതിനെ കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് ശർഈയായ കാര്യം തന്നെയാണ്, ഇതിൽ തെറ്റില്ല. മാത്രവുമല്ല, ഇയാൾ ഈ പറയുന്നതിന്റെ ഫലമായിട്ട് ഈ ആളുകളൊക്കെ സദഖ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർക്കൊരു ഖൈർ അറിയിച്ചു കൊടുത്തതിന്റെ പ്രതിഫലവും ഈ പറഞ്ഞ ആൾക്കുണ്ട് എന്നാണ്. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, ഒരു തലനാരിയുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കാര്യമാണ്. ഇത് ഈ പറയുന്ന സമയത്ത് ആളുകൾ എന്നെ പുകഴ്ത്തണം എന്നുള്ള ചിന്തയാണ് മനസ്സിൽ കടന്നു വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ ഈ പണക്കാരായ ആളുകൾ എന്നെ പുകഴ്ത്തി പറയണം, ആള് വലിയ ധർമ്മിഷ്ഠനാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്, അങ്ങനെ എന്നെ കുറിച്ചിട്ട് ആളുകൾ പുകഴ്ത്തണം എന്നുള്ള ചിന്തയാണ് ഉണ്ടാകുന്നത് എങ്കിൽ അത് ഗൗരവമുള്ള കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തസ്മീഇന്, കേളി ഉണ്ടാക്കുക എന്നുള്ളതിന് 4 രൂപമുണ്ട്. അതിൽ 3 രൂപവും പാടില്ലാത്ത ഹറാമായ കാര്യമാണ്. 4ാമത്തെ ഇങ്ങനെ ഒരു രൂപം അത് പറ്റുന്ന രൂപമാണ്.
എന്ത് തന്നെയാലും റിയാഉം സുംഅത്തും, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യലും അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ചെയ്യുന്നതോടൊപ്പം ആളുകൾ അറിയിക്കുകയും ചെയ്യുക എന്നുള്ള കേളി ഉണ്ടാക്കുക എന്നുള്ള സുംഅത്തും രണ്ടും വളരെ മ്ലേച്ഛകരമായ പ്രവർത്തനമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഗൗരവമുള്ള പ്രവർത്തനമാണ്, നിസ്സാരമായ ഒരു കാര്യമേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, അത് ഞാൻ ലഫ്ളൻ ബി ലഫ്ള് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ ഒരുപാട് തവണ കേട്ട കാര്യമാണ്, ആശയം മാത്രം പറയും. 3 ആളുകൾ നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെത്തുന്ന സമയത്ത് ഒരു 3 വിഭാഗം ആളുകളെ അള്ളാഹു ആദ്യം അവരുടെ കാര്യത്തിലാണ് വിധി തീർപ്പാക്കുന്നത്. ആരൊക്കെയാണത്? നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഒന്ന്, ഒരു ധർമ്മിഷ്ഠനായ വ്യക്തിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്ത് ധർമ്മിഷ്ഠനായ വ്യക്തി. രണ്ടാമത്തെ കാര്യം, ഇൽമു പഠിക്കുകയും അത് ആളുകൾക്ക് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത, ഖുർആനൊക്കെ നന്നായി പാരായണം ചെയ്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഖാരിയായിട്ടുള്ള ഒരു വ്യക്തി. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്റെ സമ്പത്തും ശരീരവും ഒക്കെ ചെലവാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെട്ട, യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ 3 പ്രവർത്തനം പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കരുത്, ഈ 3 ആളുകൾക്ക് ഈ 3 പ്രവർത്തനം മാത്രമേ വിഷയമുള്ളൂ, ബാക്കിയുള്ള വിഷയത്തിലൊക്കെ റിയാ ആയാൽ അത് വലിയ ഗൗരവമില്ല എന്ന് വിചാരിക്കരുത്. ഈ 3 പ്രവൃത്തിയെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണം. ഈ 3 പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ഇത് സംഭവിച്ചപ്പോൾ അവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ അതിന്റെ താഴെയുള്ള പ്രവൃത്തിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? കാരണം ഇത് വളരെയധികം ശ്രേഷ്ഠകരമായ പ്രവൃത്തിയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുക. കാരണം അവനവൻ അധ്വാനിച്ച ഹലാലായ സമ്പത്ത്, കഷ്ടപ്പെട്ട സമ്പത്ത്, അത് ഈമാനുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് പൊതുവെ ആളുകൾ ചെലവഴിക്കുക. അങ്ങനെയുള്ള പ്രവർത്തനമാണ് ലാഹിറായി അവൻ ചെയ്തിട്ടുള്ളത്. 2, അള്ളാഹുവിന്റെ മാർഗത്തിൽ മരിച്ച വ്യക്തിയാണ്, ജീവൻ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. 3, ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലാഹിറായിട്ട് എത്ര മനോഹരമായ അല്ലെങ്കിൽ എത്ര വലിയ സ്ഥാനമുള്ള പ്രവൃത്തിയാണെങ്കിലും ഇതിന്റെ ഉദ്ദേശം നന്നായിട്ടില്ലെങ്കിൽ ആ പ്രവൃത്തി എത്ര വലിയ ഉന്നതമായ പ്രവൃത്തിയാണ് എന്നുള്ളത് കൊണ്ട് അല്ലാഹു തആല അത് അഫ്വാക്കുന്നില്ല, മാപ്പാക്കി കൊടുക്കുന്നില്ല. കാരണം ഗൗരവമാണ് സംഭവിച്ചിട്ടുള്ളത്, ശിർക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കുന്നതിന് പകരം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഉദ്ദേശിക്കുന്നതിന് പകരം അവൻ ആളുകൾക്ക് മുന്നിൽ ഞാനൊരു ഖാരിയാണ്, ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് ഒരാൾ ചെയ്തത്. ഞാൻ വലിയ യോദ്ധാവാണ് എന്ന് പറയപ്പെടാൻ വേണ്ടിയാണ് ആ ജിഹാദിന് പോയ വ്യക്തി നിയത്താക്കിയത്. ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്നതിനു വേണ്ടിയിട്ടാണ് ആ സ്വതക്ക കൊടുത്ത വ്യക്തി നിയത്താക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവരെയാണ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുക എന്നാണ്. അപ്പോൾ ഗൗരവമുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളായ ആളുകളും പഠിപ്പിക്കുന്ന ആളുകളും അതിനുവേണ്ടി ദീനി പ്രവർത്തന രംഗത്തുള്ള ആളുകളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇഖ്ലാസ് വളരെയധികം നന്നാക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് ഉള്ളും പുറവും നന്നായിരിക്കേണ്ടതുണ്ട്. ബാഹ്യമായി നന്നാക്കിയാൽ മാത്രം പോരാ, നമ്മുടെ നീയത്ത് അത് വളരെയധികം നന്നാക്കണം. ആളുകളുടെ പുകഴ്ത്തലോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പേടിച്ചിട്ടോ, അല്ലെ, വിദ്യാർത്ഥികൾക്കാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇന്നാൾ വരുമ്പോൾ, ഉസ്താദ് വരുമ്പോൾ മാത്രം ഉസ്താദിനെ കാണിക്കാൻ വേണ്ടി മാത്രം പഠിക്കുക. ഇൽമിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഉപ്പയും ഉമ്മയും വരുമ്പോൾ മാത്രം മുസ്തഫൊക്കെ വെച്ച് ഓതുക. ഉപ്പയും ഉമ്മയും പോയാൽ പഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചില കുട്ടികൾ, ചില ആളുകൾ അതിന് വിരുദ്ധമായിട്ടായിരിക്കും ചെയ്യുക. ചിലപ്പോൾ അതിന്റെ താഴെ വീഡിയോ ഗെയിം കളിക്കായിരിക്കും, അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഹറാമായ കാര്യങ്ങളൊക്കെ ചെയ്യായിരിക്കും. മാതാപിതാക്കൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉസ്താദുമാർ വരുന്ന സമയത്ത് ആ നന്മ ബാഹ്യമായി കാണിക്കുക. ഇവിടെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട, നമ്മുടെ മനസ്സിൽ മുളപ്പിക്കേണ്ട കാര്യമാണ്. നല്ല നിയത്തുണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ ഖുർആൻ പഠിക്കുന്നവരാണ്, ഹദീസുകൾ പഠിക്കുന്നവരാണ്. ഈ പഠിക്കുന്നത് എനിക്ക് നാളെ പരലോകത്ത് ഉപയോഗം കിട്ടണം എന്ന നിയത്തല്ലാതെ മറ്റെന്തെങ്കിലും നിയത്ത് കൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ പാഴായി പോകുന്ന അവസ്ഥയാണ്. നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടാത്ത അവസ്ഥയാണ്. എന്നാൽ നിയത്ത് നന്നാണെങ്കിലോ നാം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നൽകുന്നതാണ്. കാരണം നാം അള്ളാഹുവിന്റെ ഭവനത്തിലാണുള്ളത്. അള്ളാഹുവിന്റെ ഭവനത്തിൽ നിന്നും 2 ആയത്ത് പാരായണം ചെയ്യുന്നതിന് തന്നെ വലിയ 2 ഒട്ടകങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് പ്രതിഫലമാണ്. 2 ആയത്ത് പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് ആയത്തുകൾ പഠിക്കുന്ന ആളുകൾക്ക് പ്രതിഫലം എന്തായിരിക്കും? അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പറഞ്ഞ 1-2 ഹദീസുകൾ ആദ്യം പറഞ്ഞതിന് ശേഷം നമുക്ക് കിതാബിലുള്ള ഹദീസിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ കാണിക്കുന്ന ഈ റിയാഇനെ, ലോകമാന്യത്തിന് ഷിർക്ക് എന്ന് തന്നെ വിശേഷിപ്പിച്ചത് കാണാൻ സാധിക്കും.
മഹ്മൂദ് ബിൻ ലബീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇയ്യാക്കും വശിർക്കസ് സറായിർ, രഹസ്യമായ ഷിർക്കിനെ നിങ്ങൾ കരുതിയിരിക്കുക ജനങ്ങളെ. ഖാലു യാ റസൂലല്ലാഹ് വമശ്ശിർക്കുസ് സറായിർ, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഷിർക്കുസ് സറായിർ, രഹസ്യമായ രഹസ്യത്തിലുള്ള ഷിർക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, അവിടുന്ന് ഒരു ഉദാഹരണത്തിലൂടെയാണ് അത് വിശദീകരിച്ചു കൊടുത്തത്. യഖൂമു റജുലു ഫയുസയ്യിനു സ്വലാതഹു ജാഹിദൻ ലിമാ യറാ മിൻ നളരിൻ നാസി ഇലൈഹി ഫദാലിക ഷിർക്കുസ് സറായിർ. ഒരു വ്യക്തി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്, അവനിലേക്ക് ആളുകളുടെ നോട്ടം പതിയുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? അത് നന്നാക്കാൻ വേണ്ടി പരിശ്രമിച്ച് വളരെ ഭംഗിയായി നിസ്കരിക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണം, ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരാൾ കൈകെട്ടി നിസ്കരിക്കുന്ന സമയത്ത് ആരുമില്ല, പക്ഷെ ഒരാൾ കയറി വന്നപ്പോ അതിന്റെ നിസ്കാരക്കാകെ മാറി. പെട്ടെന്നൊരു ഖുശൂഇന്റെ ഭാവവും ഖുശൂഇന്റെ സുന്നത്തൊക്കെ അനുസരിച്ചൊരു പ്രത്യേകം അയാളെ കാണിക്കുന്നതിന് വേണ്ടി, ഞാൻ നല്ല സുന്നത്തൊക്കെ അനുസരിച്ച് നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ നന്നായി ദീർഘമായി, ചിലപ്പോൾ ചെറിയ കുല്ലുള്ളാഹുവൊക്കെ ഓതി നിസ്കരിക്കാൻ തീരുമാനിച്ച ആളായിരിക്കും. ഒരാളെ കണ്ട സ്ഥിതിക്ക് ബക്കറ ഓതിക്കളെ, അങ്ങനെ അരമണിക്കൂർ നിൽക്കുന്ന ഒരേ നൃത്തം, ഇയാൾ പോകുന്നത് വരെ ഞാൻ നിൽക്കാൻ. ഇയാൾ വിചാരിക്കട്ടെ ഞാൻ ഒരുപാട് നിന്ന് നിസ്കരിക്കുന്ന ആളാണ്, ഇയാൾ പോയാൽ പിന്നെ പെട്ടെന്ന്. അങ്ങനെയാണ് ഉണ്ടാവുക. അള്ളാഹുവിനെ പേടിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആരുമില്ലാത്ത സമയത്ത് അയാൾക്ക് നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. ആളുകൾ ഉണ്ടാകുന്നതായിരിക്കും അയാൾക്ക് പ്രയാസം. എന്നാൽ ഇഖ്ലാസ് ഇല്ലാത്ത റിയാ ഉള്ള ആളുകളെ സംബന്ധിച്ച ആളുകൾക്ക് ആളില്ലാത്തപ്പോൾ ഇബാദത്ത് ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു ഇബാദത്തിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. കൊടുക്കാനും താല്പര്യമില്ല, നിസ്കരിക്കാനും താല്പര്യമില്ല, ഓതാനും താല്പര്യമില്ല. എന്നാൽ ആളുകളെ കാണുന്ന സമയത്ത് നിസ്കരിക്കാനും ഓതാനും ഒക്കെ ആളുകളെ കാണിക്കുന്നതിന്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഗൗരവമാണ്. ആളുകളെ കാണിക്കാനുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ആളുകളുടെ മുമ്പിൽ ചെയ്യുന്നത് എങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കുസ് സറായിർ, രഹസ്യമായ ഷിർക്ക് എന്നാണ് പറഞ്ഞത്. എന്താണ് രഹസ്യമായത്? കാരണം പരസ്യമായിട്ട് ആർക്കും മനസ്സിലാവില്ല. ഇയാള് ഈ ചെയ്യുന്നത് വന്ന ആൾക്ക് തിരിയില്ല, ഇതെന്നെ കണ്ടോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് വന്ന ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. രഹസ്യമായിട്ടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഇത് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെ കണ്ടാൽ അവന് റിയാ ആണ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കുകയും അങ്ങനെ പറയാനും പാടില്ല. അല്ലെ, നമ്മൾ ഒരാളുടെ നീയത്ത് അറിയാതെ അയാളുടെ നീയത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് പാടില്ല. ഒരാൾ സുന്നത്തനുസരിച്ച് വേഷം ധരിച്ചാൽ അല്ലെങ്കിൽ സുന്നത്തനുസരിച്ച് അമലുകൾ ചെയ്യുന്ന സമയത്ത് ഓ റിയാ ആണ്, ആളുകളെ കാണിക്കുക, അങ്ങനെ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. ഹറാമാണ്. ഒരു വ്യക്തിയെ കുറിച്ച് അങ്ങനെ കുത്തി പറയുക, അയാളെ കുറിച്ച് ഇല്ലാത്തത് പറയുക എന്നുള്ളത് പാടില്ലാത്ത. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ നീയത്തിനെ അളക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായി അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇത് രഹസ്യത്തിലാണ് ഈ സംഭവിക്കുക. അള്ളാഹു തആലക്ക് മാത്രമേ ഇത് അറിയുകയുള്ളൂ. ഇതിന് ആർക്ക് വേണ്ടിയാണ് ഈ ചെയ്തത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഭംഗി കാണിച്ചത് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്കേ അറിയുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ അശ്ശിർക്കുസ് സറായിർ എന്ന് പറഞ്ഞിട്ടുള്ളത്. മഹ്മൂദ് ബിൻ ലബീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർക്കുൽ അസ്ഗർ, നിങ്ങളിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ചെറിയ ഷിർക്കാണ് എന്ന് പറഞ്ഞു. ഖാലു വമശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർരിയാ, ലോകമാന്യം, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ചെറിയ ഷിർക്ക്. യഖൂലുല്ലാഹു അസ്സ വജൽ യൗമൽ ഖിയാമത്തി ഇദാ ജുസിഅ അന്നാസു ബിഅഅമാലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അവരുടെ അമലുകൾക്കുള്ള പ്രതിഫലമൊക്കെ നൽകുന്ന വേളയിൽ, നൽകപ്പെടുന്ന ആ സന്ദർഭത്തിൽ പറയും, ഇങ്ങനെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആളുകളോട് പറയും, ഭൂമിയിൽ അങ്ങനെ ചെയ്ത ആളുകളോട് പറയും, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ ഫൻളുറു ഹൽ തജിദൂന ഇൻദഹും ജസാഅ. ഈ ഒരു തിന്മയിൽ നിന്നും, ഈ ഒരു കടുത്ത തിന്മയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ ഏറെ സഹായകമാകുന്ന ഒരു കാര്യം ഈ ഹദീസിലുണ്ട്. എന്താണ്? ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കൂട്ടരോട് പറയുന്നത്, ഇദ്ഹബു ഇലല്ലദീന കുൻതും തുറാഊന ഫിദ്ദുനിയാ, നിങ്ങൾ ദുനിയാവിൽ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അമലുകൾ ചെയ്തിട്ടുള്ളത് അവരുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുക. ഫൻളുറു ഹൽ തജിദൂന ഇൻദഹും ജസാഅ, നിങ്ങൾ പോയി നോക്ക്, അവരുടെ അടുക്കൽ നിങ്ങൾക്കുള്ള പ്രതിഫലം കിട്ടുമോ എന്ന് നോക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നതാണ്. അല്ലെ, അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഒരു പടപ്പിനും അവിടുന്ന് സംസാരിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ്. അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം ആധിപത്യമുണ്ട് എന്ന് എല്ലാവർക്കും വെളിവാകുന്ന മാലിക് യൗമിദ്ദീൻ, ആ ദിവസമാണത്. അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും ഒരു കാര്യത്തിലും ഒന്നും
ചെയ്യാൻ സാധിക്കാത്ത ദിവസമാണ്. അതുകൊണ്ട് തന്നെ നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്, അവരെടുക്കൽ പോയി പ്രതിഫലം പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്ന സമയത്ത് അവനത് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്കത് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഭൂമിയിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ അത് ചിന്തിക്കുക. നമ്മൾ ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത്, ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ ചിന്തിക്കുക, ഈ വ്യക്തിക്ക് നാളെ എനിക്ക് എന്ത് തരാൻ സാധിക്കും. ഞാനിത് അള്ളാഹു താലക്ക് വേണ്ടി മാത്രം ചെയ്താൽ അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും. ഇയാളെ കാണിച്ചിട്ട് എനിക്ക് എന്താണ് കിട്ടാനുള്ളത്? കൂടിപ്പോയാൽ ദുനിയാവിൽ, അത് തന്നെ അടുത്തൊരു അധ്യായം വരുന്നുണ്ട്, ദുനിയാവ് ഉദ്ദേശിക്കുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള അധ്യായം വരുന്നുണ്ട്. അങ്ങനെ ദുനിയാവ് കിട്ടുകയാണെങ്കിൽ ദുനിയാവിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പണമൊക്കെ കൊടുത്തേക്കാം, അല്ലെ? ചില ആളുകളുടെ മുന്നിൽ ഇബാദത്തൊക്കെ ചെയ്താൽ, പണ്ട് കാലത്താണെങ്കിൽ രാജാക്കന്മാരുടെ മുന്നിലൊക്കെ ഇബാദത്ത് ചെയ്ത ചിലപ്പോൾ രാജാക്കന്മാരൊക്കെ വലിയ സ്വർണ്ണക്കിഴിയൊക്കെ സമ്മാനിച്ചേക്കും. ഇനി അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ തന്നെ എത്ര നൈമിഷികമായ കാര്യമാണ് ലഭിക്കുന്നത്. ഖിയാമത്ത് നാളിൽ കടുത്ത ശിക്ഷയും. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഒരു അധ്യാപകനും വിദ്യാർത്ഥിക്ക് എന്തെങ്കിലുമൊക്കെ നൽകാൻ സാധിക്കുകയില്ല. ഒരു മാതാവിനോ ഒരു പിതാവിനോ തന്റെ കുട്ടിക്ക് ഒന്നും നൽകാൻ സാധിക്കുകയില്ല. അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മക്കൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ കൂട്ടുകാർക്കോ ഒരാൾക്കും ഒന്നും തരാൻ സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി നീ ആർക്ക് വേണ്ടിയിട്ടാണോ കാണിച്ചത് അവരോട് പ്രതിഫലം വാങ്ങിക്കോളൂ എന്ന് ആയിരിക്കും നമ്മളോട് നാളെ പറയുക. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആർക്കു വേണ്ടിയിട്ടാണോ കാണിക്കുന്നത് അവർക്ക് നമുക്കൊന്നും നൽകാൻ സാധിക്കുകയില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമാക്കിയാൽ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്നാണ്. ഇനി റിയാവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. റിയാഇന്റെ അസ്ൽ എന്ന് പറയുന്നത് ഷിർക്കുൻ അസ്ഗർ ആണ്. റിയാഇന്റെ അസ്ൽ, അത് അടിസ്ഥാനം ഷിർക്കുൻ അസ്ഗർ ആണ്. പക്ഷേ ചില വേളകളിൽ അത് ഷിർക്കുൻ അക്ബർ തന്നെ ആകാൻ സാധ്യതയുണ്ട്. അത് പൊതുവിൽ മുഅ്മിനുകളിൽ നിന്ന് സംഭവിക്കാത്ത കാര്യമാണ്. ഈമാനുള്ള ആളുകളിൽ നിന്നും പൊതുവിൽ സംഭവിക്കാത്ത കാര്യമാണ്. മുനാഫിക്കുകളിൽ നിന്നും സംഭവിച്ചേക്കാം, അല്ലെങ്കിൽ കാഫറുകളിൽ നിന്ന് സംഭവിച്ചേക്കാം. എന്താണ് കാഫറുകളിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒരാള് ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിട്ടൊന്നുമില്ല, കലിമൊന്നും ചൊല്ലിയിട്ടില്ല, എങ്കിൽ കാഫിറാണ്. അവന്റെ ഹുക്കും കാഫിറാണ്. അവൻ ഇസ്ലാമിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഒന്നും ചെല്ലാതെ, ബാഹ്യമായി പോലും ചെല്ലാതെ ഒരാൾ കടന്നു വന്ന കാഫിർ തന്നെയാണ്. അവൻ ആളുകൾക്ക് വേണ്ടിയൊക്കെ അമലുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ, അത് പൂർണ്ണമായ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അവസ്ഥയാണ്. അത് ഷിർക്കുൻ അക്ബറാണ്. ഇതൊരു മുനാഫിക് അവിടെ വിശ്വാസി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി നാവുകൊണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഉള്ളിൽ എന്താണ്, അവൻ കടുത്ത കുഫറാണ് അവന്റെ ഉള്ളിലുള്ളത് എങ്കിൽ അത് മുനാഫിക്കാണ്. അങ്ങനെയുള്ള ഒരുവിൽ നിന്നും ഇത് സംഭവിക്കാം. ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ആളുകളെ കാണിക്കാൻ വേണ്ടി. ഇത് പൊതുവെ മുഅ്മിനീങ്ങളിൽ നിന്ന് സംഭവിക്കാത്ത കാര്യമാണ്. അപ്പൊ അസ്ലി ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്, അത് എന്താണ്, അസ്ലിൽ റിയ എന്ന് പറയുന്നത് ഷിർക്കുൻ അസ്ഗറാണ്. അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമല്ല. പക്ഷേ ഈ രൂപത്തിലാണെങ്കിൽ മുഴുവൻ കാര്യങ്ങളും ആളുകളെ കാണിക്കും. ഒരാൾ നിസ്കരിക്കുന്നത് മൊത്തം ആളുകളെ കാണിക്കാൻ വേണ്ടി, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ നിസ്കാരവും ആളുകളെ കാണിക്കാൻ വേണ്ടി, അവൻ കൊടുക്കുന്നതൊക്കെ ആളുകളെ കാണിക്കാൻ വേണ്ടി, അവൻ ചെയ്യുന്ന ദീനിയായ എല്ലാ പ്രവർത്തനങ്ങളും ആളുകളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ദീനിൽ തന്നെ പുറത്തു പോകുന്ന വലിയ ഷിർക്കാണ് ചെയ്തിരിക്കുന്നത്. അതല്ല മുനാഫികളെ പറഞ്ഞതുപോലെ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹു വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു ഖുസാല യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിക്കുകൾ അവർ ഉള്ളിൽ കുഫറാണ്, പുറത്ത് മുസ്ലിമീങ്ങളായി അഭിനയിക്കും, നിസ്കരിക്കാൻ വരും, ആളുകളുടെ മുന്നിലൊക്കെ മുസ്ലിമീങ്ങളായി അവർ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മസ്ജിദിൽ വന്നിട്ടുണ്ട്, സഹാബികളുടെ കൂടെ നിസ്കരിച്ചിട്ടുണ്ട്. മുനാഫിക്കുകളാണ്. അവരെ കുറിച്ചിട്ട് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തു. അവർ നിസ്കരിക്കാൻ വന്നിട്ടുണ്ട്. യുറാഊന അന്നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചതാണ്, അള്ളാഹിനെ ഓർക്കാറൊന്നുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അങ്ങനെയുള്ള ഷിർക്കുൻ അക്ബർ, വലിയ ഷിർക്ക് റിയായിൽ വരാറുണ്ട്. അതല്ല എങ്കിൽ അസ്ൽ ഷിർക്കുൻ അസ്ഗർ ആണ്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഷിർക്കുൻ അസ്ഗർ എങ്ങനെയാണ്, അമലിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്താണ്, അമലിനെ എന്താക്കി കളയും? ഷിർക്കുൻ അസ്ഗർ അമലിലേക്ക് വന്നാൽ അതിനുള്ള സ്വാധീനം എന്താണ്? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ഫിഖ്ഹാണത്. അതിലൊന്നാമത്തെ കാര്യം, ഷിർക്കുൻ റിയ അത് അമലിൽ മുഴുവനായി വന്നു കഴിഞ്ഞാൽ, അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായി സംഭവിച്ചു കഴിഞ്ഞാൽ ആ അമൽ ബാത്തിലായി പോകും. ഒരാളുടെ അമൽ നിസ്കാരം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നിസ്കാരം നിസ്കരിച്ചത് തന്നെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ അത് എന്തായിരിക്കും? ആ അമൽ ബാത്തിലായി പോകും. ആ അമൽ വാജിബായ ഒരു അമലാണെങ്കിൽ, വാജിബായ ഒരാൾ സുബൈ നിസ്കാരം, സുബൈയുടെ 2 റക്അത്ത് വാജിബാണ്, സുബൈ നിസ്കാരം വാജിബാണ്, വാജിബായ ഒരു അമല ആദ്യം മുതൽ അവസാനം ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ നിസ്കരിച്ചത് എങ്കിൽ അത് അവൻ നിർബന്ധമായി, പിന്നീട് അവൻ കാര്യം മനസ്സിലാക്കിയാൽ, റിയാഇന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ നിർബന്ധമായി അവൻ തൗബ ചെയ്യേണ്ടതുണ്ട്, ആ അമൽ മാറ്റി നിസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്.
അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് എങ്കിൽ അവൻ നിർബന്ധമായും മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്തുണ്ട്, അപ്പോൾ പൊതുവെ നിസ്കരിക്കൊന്നും അല്ലെങ്കിൽ അങ്ങനെ നിസ്കാരം കൃത്യമായി മസ്ജിദിലൊന്നും നിസ്കരിക്കാത്ത ഒരാളാണ്. പക്ഷെ ആ മസ്ജിദിൽ ഇന്നൊരു വലിയൊരു വിശിഷ്ടാതിഥി വരുന്നുണ്ട്, വലിയൊരു പണ്ഡിതൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭരണാധികാരി വരുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെയാണ് ഭരണാധികാരി ചിലപ്പോൾ ചില നാടുകളിലൊക്കെ വരും. ഇപ്പൊ ഭരണാധികാരി വന്ന മസ്ജിദിലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷയിൽ അയാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ മസ്ജിദിൽ വന്ന് പൂർണ്ണമായി ആ 2 റക്അത്ത് നിസ്കരിച്ച് മൊത്തം ഇയാളെ കാണിക്കാൻ വേണ്ടി, ഞാനിവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നതിന് വേണ്ടി അയാൾ ചെയ്തതായിരിക്കും. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് എങ്കിൽ നിർബന്ധമായും അയാൾ തൗബ ചെയ്യേണ്ടതുണ്ട്. പിന്നീട് ആ നിസ്കാരം മാറ്റി നിസ്കരിക്കേണ്ടതുണ്ട്. കാരണം ആദ്യത്തെ നിസ്കാരം പൂർണ്ണമായും അല്ലാഹു തആലക്ക് വേണ്ടിയല്ല നിസ്കരിച്ചത്. ഇനി ഒരു മുസ്തഹബായ ഒരു പ്രവർത്തനമാണ് സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത്, അത് സുന്നത്താണ്, വാജിബല്ല. അതാണ് ഒരാൾ ഈ രൂപത്തിൽ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി പൂർണ്ണമായി നിസ്കരിച്ചത് എങ്കിൽ അവിടെയും അവന് തൗബ ചെയ്യുക എന്നുള്ളത് വാജിബാണ്. കാരണം ഷിർക്കുൻ അസ്ഗറാണ് സംഭവിച്ചിട്ടുള്ളത്. അവൻ തൗബ ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് മടക്കി നിസ്കരിക്കുക എന്നുള്ളത് എന്തില്ല, നിർബന്ധമില്ല. കാരണം അത് അസ്സല് മുസ്തഹബായ സുന്നത്തായ ഒരു അമലാണ്. സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് ഒരാൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും അയാൾ നിർബന്ധമായും മടക്കി നിസ്കരിക്കേണ്ടതില്ല, അല്ലെ? നിർബന്ധമായും മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നാണ്. ഇത് പൂർണ്ണമായ ഒരു അമലിൽ സംഭവിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി അമലിൽ പൂർണ്ണമായി സംഭവിക്കാതെ അമലിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് റിയാ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അമലിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് സംഭവിക്കുന്നത്, ഇതിനെയും പണ്ഡിതന്മാർ തഫ്സീൽ പറഞ്ഞതായി കാണാൻ സാധിക്കും, വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒരേപോലെയല്ല. ഇവിടെ പണ്ഡിതന്മാർ നിസ്കാരത്തിന്റെ ഉദാഹരണം വെച്ച് പറയുന്ന സമയത്ത് നിസ്കാരത്തിന്റെ തുടക്കത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിലാണ് ഒരാൾക്ക് റിയാ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. കാരണം തക്ബീറത്തുൽ ഇഹ്റാം ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ അയാൾ പ്രവേശിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് തക്ബീറത്തുൽ ഇഹ്റാം ആരെങ്കിലുമൊക്കെ മറന്നുപോയാൽ നിസ്കാരത്തിന്റെ പകുതി വെച്ചിട്ടാണ് ഓർമ്മ വരുന്നതെങ്കിലോ അവസാനത്തിൽ സഹുവിന്റെ സുജൂദ് മതിയോ? ഒരിക്കലുമില്ല, അല്ലെ? ബാക്കിയുള്ള അർക്കാനുകളൊക്കെ നമുക്ക് അവസാനത്തിൽ ആ റുക്കിന് കൊണ്ടുവന്നിട്ട് സഹുവിന്റെ സുജൂദൊക്കെ ചെയ്യാം. ഇപ്പൊ ഒരാൾ ഒരു റക്അത്തിൽ സുജൂദ് റുക്കു ഒക്കെ മറന്നാൽ അവസാനത്തിൽ അതിനനുസരിച്ച് അതിന്റെ തഫ്സീൽ നമ്മൾ വിശദീകരിച്ചതാണ്. അത് ചെയ്തിട്ട് അതേ നിസ്കാരത്തിൽ തന്നെ അത് അവസാനത്തിൽ ഒരു റക്അത്തായി ചിലപ്പോൾ പൂർണ്ണമായി കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ ആ ഭാഗം മാത്രം കൊണ്ടുവരേണ്ടി വരും, സഹുവിന്റെ സുജൂദ് ചെയ്യാം. പക്ഷെ ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാമാണ് തുടക്കത്തിൽ മറന്നതെങ്കിലോ കൈ അയക്കുക എന്നുള്ളതല്ലാതെ വേറെ നിർവാഹമില്ല. കാരണം നിസ്കാരം ആരംഭിച്ചിട്ടേ ഇല്ല. തക്ബീറത്തുൽ ഇഹ്റാം ഒരാൾ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ആരംഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ഒരാളെ കാണുന്നതിന് വേണ്ടി, അതായത് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുണ്ട്, അപ്പൊ അയാളെ കാണാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞ് കൈകെട്ടി എങ്കിൽ പകുതി കുറച്ച് കഴിഞ്ഞ സമയത്ത് അയാൾ പോയപ്പോ ഇയാള് നിയ്യത്തൊക്കെ നന്നായി, അതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. അവൻ എന്ത് ചെയ്യണം? നിർബന്ധമായും ആ നിസ്കാരം അവൻ ആദ്യം തൗബ ചെയ്യണം. പിന്നീട് പെട്ടെന്ന് തന്നെ അമൽ അത് മാറ്റിയിട്ട് പുതുതായി ആ നിസ്കാരം ആരംഭിക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ. ഇനി സഹോദരങ്ങളെ, ഇത് നിസ്കാരത്തിന്റെ പകുതിയിൽ വെച്ചിട്ടാണ്, നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാം അല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ ഭാഗത്ത് വെച്ചിട്ടാണ് അയാൾക്ക് റിയാ സംഭവിച്ചത്. നിസ്കരിക്കുന്ന സമയത്തൊന്നുമില്ല, 2ാമത്തെ റക്അത്ത് എത്തി. 2ാമത്തെ റക്അത്ത് തുടക്കത്തിൽ ഇഖ്ലാസോടുകൂടി കൈയൊക്കെ കെട്ടിയ വ്യക്തിയാണ്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് 1ാമത്തെ റക്അത്തിൽ തന്നെ സുജൂദിലോ അല്ലെങ്കിൽ 2ാമത്തെ റക്അത്തിലോ ഒക്കെ ഒരാളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ കുറച്ച് ഖുശൂ ഒക്കെ കാണിച്ചു. ഒരാളെ കാണിക്കുന്നതിനോട് അല്പം സുജൂദ് ദീർഘിപ്പിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ അമലുകളൊക്കെ ഭയങ്കരമായി ശ്രദ്ധിച്ച് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ പെട്ടെന്ന് തന്നെ അതിനിടയിൽ തന്നെ അവൻ ഓർമ്മ വന്നു, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്റെ അമൽ ബാത്തിലായി പോകും, സ്വീകരിക്കപ്പെടാതായി പോകും. അവൻ ഉടൻ തന്നെ ആ റിയായിനോട് പോരാടുകയും അവൻ തിരിച്ച് നിയ്യത്തിനെ നന്നാക്കുകയും ചെയ്താൽ പണ്ഡിതന്മാർ പറയുന്നു അവന്റെ അമൽ സ്വഹീഹാണ്. അവന്റെ അമൽ സ്വഹീഹാണ്. കാരണം അവൻ തുടങ്ങിയത് ഇഖ്ലാസോടുകൂടിയാണ്, അവൻ അത് അവസാനിപ്പിച്ചതും ഇഖ്ലാസോടുകൂടിയാണ്. ഇടയിൽ ഒരു സ്ഥലത്ത് റിയാഇന്റെ ഒരു അംശം പെട്ടെന്ന് കയറി വന്നു, ഉടനെ തന്നെ അവൻ ഓർമ്മ വന്നു, അവൻ അതിനെ ചെറുത്തു തോൽപ്പിച്ചു, നന്നാക്കി അവൻ നിസ്കാരം പൂർണ്ണമായി ഇഖ്ലാസോടുകൂടി കൊണ്ടുവന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമൽ അത് നന്നാക്കിയിട്ടുണ്ട്, അവൻ മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 3ാമത്തൊരു രൂപം എന്ന് പറയുന്നത്, അതായത് അമലിന്റെ ഇടയിൽ റിയാ വരുന്നത്, പണ്ഡിതന്മാർ പറയുന്നു അമലിന്റെ പകുതി വെച്ച് എവിടുന്നെങ്കിലും റിയാ കടന്നു വരികയും അതിന്റെ അവസാനം വരെ റിയായിലായി കൊണ്ടുപോവുകയും ചെയ്തു. നിസ്കാരാണെങ്കിൽ 2ാമത്തെ റക്അത്തിൽ, 1ാമത്തെ റക്അത്തിലൊന്നും പ്രശ്നമില്ല, 2ാമത്തെ റക്അത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അവൻ നിസ്കരിക്കാൻ തുടങ്ങി. പിന്നീട് സലാം വീട്ടുന്നത് വരെ അവൻ എന്ത് തന്നെയാണ്? ആളെ കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട്.
അതിൽ ഷെയ്ഖ് സുലൈമാൻ ഹഫിളഹുല്ലാ അദ്ദേഹം പറയുന്നത് അവന്റെ അമല് ബാത്തിലാകും എന്നുള്ളതാണ്. കാരണം അവൻ അമലിന്റെ പകുതി മുതൽ പിന്നീട് അവസാനം വരെ അവൻ ശിർക്കാണ്. അതിന്റെ പകുതി ശിർക്കിലായി പോയി. നിസ്കാരം എന്ന് പറയുന്ന ഒരൊറ്റ അമലാണ്. അത് പകുതിയും പകുതിയല്ല. നിസ്കാരം ശരിയാകണമെങ്കിൽ അത് ആദ്യം മുതൽ അവസാനം വരെ ശരിയാകണം. അവന്റെ പകുതി മുതൽ അവസാനം വരെ ശിർക്കിലായി പോയി. അള്ളാഹു താലക്ക് അല്ലാത്ത ആൾ, അള്ളാഹു താല ഉദ്ദേശിക്കാതെ മറ്റൊരാൾക്ക് വേണ്ടിയാണ് അവൻ ആ നിസ്കാരത്തിന്റെ പകുതി ഭാഗം ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ നിസ്കാരം അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ നിർബന്ധമായും തൗബ ചെയ്യുകയും അവൻ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ 3 സൂറയും 3 രൂപവും ഇത് ഒരൊറ്റ അമലായി നിൽക്കുന്ന സമയത്താണ്. നിസ്കാരത്തിന്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഇനി 4ാമത്തെ ഒരു രൂപം, ചില അമലുകൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് മറ്റൊന്നിനോട് ബന്ധമില്ലാത്ത അമലായിരിക്കും. ഉദാഹരണത്തിന് ഒരാൾ സദഖ കൊടുക്കുകയാണ്. ഇപ്പോ ഓരോരുത്തർക്കും ഒരാൾ ഒരു 500 രൂപ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓരോ പാവപ്പെട്ട ഒരാൾ വരികയാണ്. ആദ്യത്തെ ഒരാൾക്ക് 500 രൂപ കൊടുത്തു. ആ കൊടുത്തപ്പോൾ അയാൾ ഇഖ്ലാസോടുകൂടിയാണ് കൊടുത്തത്. രണ്ടാമത് വേറൊരാൾ വന്നപ്പോൾ വേറൊരു 500 രൂപ കൊടുത്തു. അത് ഇഖ്ലാസോടുകൂടിയാണ് കൊടുത്തത്. 3ാമത്തെ ആൾ വരുന്ന സമയത്ത് വേറെ ഇയാൾ അറിയുന്ന ഒരാളൊക്കെ കണ്ടു. പെട്ടെന്ന് പിശാജ് അയാളൊന്ന് കാണട്ടെ എന്നുള്ള നിയ്യത്തുണ്ടാക്കി. ആ 3ാമത്തെ 500 കൊടുക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിലേക്ക് റിയാ കടന്നു വരികയാണ്. ഈ 3 500 കൊടുത്തതും വേറെ വേറെ അമലാണ്, ബന്ധപ്പെട്ട് കിടക്കുന്ന അമലല്ല. നിസ്കാരത്തിന്റെ ആദ്യത്തെ റക്അത്തും 2ാമത്തെ റക്അത്തും പോലെ ഒരൊറ്റ ജുസ് അല്ല, 3 വേറെ വേറെ ജുസ്കളാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഏത് ജുസ്ഇലാണോ റിയാ സംഭവിച്ചത് അത് ബാത്തിലായി പോകും. 3ാമത് കൊടുത്ത 500 വെറുതെ ആയിട്ടുണ്ട്. അത് കൊടുക്കുന്ന സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല കൊടുത്തത്. അതുകൊണ്ട് തൗബ ചെയ്ത് രക്ഷപ്പെടുക. മനസ്സിലായാൽ തൗബ ചെയ്ത് രക്ഷപ്പെടുക, നാളെ അള്ളാഹ് പിടിക്കാതിരിക്കാൻ. റിയായിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടൂല എന്ന് മാത്രമല്ല, അതിന് ശിക്ഷ കൂടിയുണ്ട്. അതിന് കടുത്ത ശിക്ഷ കൂടിയുണ്ട്, നേരത്തെ വായിച്ചതുപോലെയുള്ള. അതുകൊണ്ട് ഈ 3ാമത് കൊടുത്തതിൽ നിന്നും അവൻ തൗബ ചെയ്ത് രക്ഷപ്പെടുക. ആദ്യത്തതും 2ാമത്തതും അത് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിച്ചാൽ അത് സ്വീകരിക്കുന്നതാണ്. കാരണം അതിൽ റിയാ സംഭവിച്ചിട്ടില്ല, ഇഖ്ലാസോട് കൂടിയിട്ടാണ് അവൻ ചെയ്തത് എന്നാണ്. അപ്പോ ഇത് വേറെ ശ്രദ്ധിക്കുക. ഇത് റിയാ അമലിൽ കടന്നു വന്നാലുള്ള അതിന്റെ പ്രതിഫലം ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുൻഗാമികളിൽ പലരും പറഞ്ഞത്, ഞാൻ എന്റെ നീയത്ത് നന്നാക്കാൻ വേണ്ടിയെടുത്ത പരിശ്രമം എനിക്ക് മറ്റു കാര്യങ്ങൾ അമൽ ചെയ്യുന്ന സമയത്തില്ല. ആ അമലിന്റെ നീയത്ത് ചെയ്യാനാണ് അവർക്ക് പ്രയാസം. നമുക്ക് നീയത്തും പ്രയാസമാണ്, അമലും പ്രയാസമാണ്. അവർക്ക് കൊടുക്കാൻ പ്രയാസമില്ല, ദീർഘനേരം നിന്ന് നിസ്കരിക്കാനൊന്നും അവർക്ക് പ്രയാസമില്ല. അവരുടെ ശരീരത്തിന്റെ തളർച്ചയൊന്നും അവർ നോക്കാറില്ല. അവർക്ക് പ്രയാസം നീയത്ത് കേടായി പോകുമോ, നീയത്ത് അല്ലാഹ്ക്കല്ലാണ്ടായി പോകുമോ എന്നുള്ള പേടിയാണ്. അവർക്ക് അമല് ചെയ്യാൻ പ്രയാസമില്ല. അവർ അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ പരിശ്രമിച്ചത് എന്ന് മുൻഗാമികളിൽ നിന്നും ധാരാളം അസറുകൾ ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ അമലുകൾ അത് ബാഹ്യമായും അതുപോലെ തന്നെ ഗോപ്യമായും ഒക്കെ നമ്മൾ നന്നാക്കുക, ഉള്ളും പുറവും ഒക്കെ നന്നാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി അദ്ദേഹം പറഞ്ഞ തെളിവുകളിലേക്ക് നമുക്ക് നോക്കാം. ഖാല മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലില്ലാഹി തആല ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. അൽ ആയ, സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്താണ് അത്. ഈ ആയത്ത് അദ്ദേഹം എടുത്തുദ്ധരിക്കാനുള്ള കാരണം, സഹോദരങ്ങളെ, ഇത് ഈ ആയത്തിൽ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞിട്ടുണ്ട്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാളെ കണ്ടുമുട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സാലിഹായ പ്രവർത്തനങ്ങൾ അവൻ ചെയ്തു കൊള്ളട്ടെ, അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ആയത്തിന് എന്താണ് ഈ അധ്യായവുമായിട്ടുള്ള ബന്ധം? റിയാ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പങ്കു ചേർക്കലാണ്. ഈ ആയത്തൊക്കെ ഓതുമ്പോൾ നമ്മളെപ്പോഴും മൊയ്തീൻ ഷെയ്ഖെ കാക്കണേ, മമ്പുറം തങ്ങളെ കാക്കണേ എന്ന് വിളിക്കുന്ന ആളുകൾക്കെതിരെയുള്ള തെളിവാണെന്ന് മാത്രം നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഷിർക്കുമായി ബന്ധപ്പെട്ട ഏതായത്ത് കേൾക്കുമ്പോൾ നമ്മളൊന്ന് കിടുങ്ങണം. കാരണം ഷിർക്ക് 2 രൂപത്തിലുണ്ട്. പൂർണ്ണമായും അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യം ഷിർക്കാണ്. അതുപോലെ തന്നെ ആ അമൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അതോടൊപ്പം ആളുകൾ കാണണമെന്ന് കൂടി ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ദീനിൽ നിന്നും പുറത്തു പോവുകയില്ല. ഷിർക്കുൻ അക്ബർ അല്ല, പക്ഷെ അമൽ സ്വീകരിക്കപ്പെടാതെ വരും, അമൽ വെറുതെ ആയി പോകും. അതും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എല്ലാ രൂപത്തിലുള്ള ചെറുതും വലുതുമായ ഷിർക്കിൽ നിന്നും അത് മുക്തമായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കാനാണ് ഈ ആയത്ത്. അതിൽ നിന്നും പ്രധാനപ്പെട്ട
ഈ അടിസ്ഥാനം അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദുള്ളതെ സ്വീകരിക്കുകയുള്ളൂ, അവന് വേണ്ടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളതിനുള്ള 3 തെളിവുകൾ ഈ ആയത്തിലുണ്ട്. ഒന്ന്, അല്ലാഹു തആല പറഞ്ഞു ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനായിട്ട്? നബിയെ പറയുക ഇന്നമാ അന ബശറും മിസ്ലുക്കും, തീർച്ചയായും ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. യൂഹാ ഇലൈ, എനിക്ക് വഹി നൽകപ്പെടുന്നു. മനുഷ്യനാണെന്ന രൂപത്തിൽ ഞാൻ മനുഷ്യനാണ്. ഞാൻ മഅബൂദല്ല, ആരാധിക്കപ്പെടേണ്ടവനല്ല. ഞാൻ അബ്ദാണ്, നിങ്ങളെപ്പോലെ മനുഷ്യരാണ്. എന്നാൽ യൂഹാ ഇലൈ, ഞാൻ സാധാരണ ഒരു മനുഷ്യനല്ല, എനിക്ക് വഹി നൽകപ്പെടുന്നുണ്ട്. ഞാൻ റസൂലാണ്, അബ്ദും റസൂലുമാണ്. അബ്ദുൻ ലാ യുഅബദ്, ഞാൻ അബ്ദാണ്, ആരാധിക്കപ്പെടാൻ പാടില്ല. എന്നാൽ റസൂലുൻ ലാ യുകദ്ദബ്, കളവാക്കപ്പെടാൻ പാടില്ല. ഞാൻ പറയുന്ന വാക്കിന് നിങ്ങൾക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം സ്വീകരിക്കുക എന്നുള്ളതല്ല. ഞാൻ പറയുന്നത് അതുപോലെ സ്വീകരിക്കണം. എന്തു പറഞ്ഞാൽ അത് സ്വീകരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എനിക്ക് തോന്നിയത് സ്വീകരിക്കുകയും അല്ലാത്തത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ള നിലപാട് നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് വഹിയിലൂടെ മാത്രമേ അവിടെ സംസാരിക്കാറുള്ളൂ. യൂഹാ ഇലൈ അന്നമാ ഇലാഹുക്കും ഇലാഹു വാഹിദ്. എന്താണ്? ഞാൻ ഏക ഇലാഹാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയുകയാണ്. അപ്പൊ ഇതിൽ വളരെ കൃത്യമായിട്ട് എന്തു പറയുന്നു? അല്ലാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ, ഇബാദത്തുകൾ അർപ്പിക്കേണ്ടത് മഅബൂദ് മഅലൂഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കർമ്മവും അല്ലാഹു അല്ലാതെ ആളിലേക്ക് തിരിക്കാൻ പാടില്ല. ചെറിയ ശിർക്കും വലിയ ശിർക്കും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമത് പറഞ്ഞു ഫല്യഅമൽ അമലൻ സാലിഹൻ, നിങ്ങൾ സാലിഹായ അമൽ ചെയ്യണം. എന്താണ് സാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ? അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്ന അമലിനാണ് സാലിഹായ അമൽ എന്ന് പറയുന്നത്. അപ്പൊ അതിലും എന്ത് കൃത്യമായി പറഞ്ഞു? അള്ളാഹുവിന് വേണ്ടി ചെയ്യണം എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി. അപ്പൊ 2 തവണ ബോധ്യപ്പെടുത്തി. രണ്ടാമത്തെ തവണയും പറഞ്ഞു, ഒന്ന് ഇലാഹു വാഹിദ്, അള്ളാഹു മാത്രമാണ് ഇലാഹ്, വേറെ ഇലാഹുകളില്ല, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി തന്നു. 2 സാലിഹായ അമൽ ചെയ്യാൻ കൽപ്പിച്ചു, അഥവാ ഇഖ്ലാസുള്ള അമൽ ചെയ്യണം. ശിർക്ക് വലുതും ചെറുതും ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. മൂന്നാമതായി പറഞ്ഞു വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ, നിന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ പങ്കു ചേർക്കാൻ പാടില്ല. 3 തവണ ഉറപ്പിച്ചുകൊണ്ടാണ് ആയത്തിൽ പറയുന്നത്. അള്ളാഹുവിന് വേണ്ടി മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, നിങ്ങളുടെ ഇബാദത്തുകളൊന്നും മറ്റൊരാൾക്കും നിങ്ങൾ നൽകാൻ പാടില്ല എന്ന് 3 തവണ ഉറപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ആയത്തിന് അധ്യായവുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ചെറുതും വലുതുമായ മുഴുവൻ ശിർക്കിൽ നിന്നും രക്ഷപ്പെട്ടാൽ മാത്രമേ അല്ലാഹു തആല അമൽ സ്വീകരിക്കുകയുള്ളൂ എന്ന അടിസ്ഥാനം പഠിപ്പിക്കുന്ന ആയത്താണിത്. രണ്ടാമത്തെ തെളിവ് ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് അൻ അബീ ഹുറൈറത മർഫൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ് ഖാലല്ലാഹു തആല, ഖുദ്സിയായ ഹദീസാണ് അല്ലേ. ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്നും നേരിട്ട് നമുക്ക് റിവായത്ത് ചെയ്തു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞതായി നമുക്ക് അറിയിച്ചു നൽകുകയാണ്. ഇതും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ ബന്ധം എന്താണ്? ഖുർആനും അല്ലാഹുവിന്റെ കലാമാണ്. ഖാല അല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് പറയുന്നതും അല്ലാഹുവിന്റെ കലാമാണ്. പക്ഷെ ഖുർആൻ അത് നമുക്ക് പാരായണം ചെയ്യുന്നതിൽ ഓരോ ഹർഫിനും ഇബാദത്ത് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ ഹർഫിനും പ്രതിഫലമുള്ള കാര്യമാണ്. എന്നാൽ ഖുദ്സിയായ ഹദീസ് അങ്ങനെയല്ല, അതിന്റെ ആശയമാണ് നമുക്ക് പ്രാധാന്യം. എന്താണ് ഖാല അല്ലാഹു തആല? അല്ലാഹു തആല പറഞ്ഞു അന അഗ്ന ശുറകാഇ അനി ശിർക്ക് മൻ അമില അമലൻ അശ്റക മഈ ഫീഹി ഗൈരി തറക്തുഹു വശിർക, റവാഹു മുസ്ലിം. മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു തആല പറയുന്നു അന അഗ്ന ശുറകാഇ അനി ശിർക്ക്, എന്നിൽ ശിർക്ക് ചെയ്യുന്ന പങ്കാളികളിൽ നിന്നെല്ലാം ഞാൻ ധന്യനായിരിക്കുന്നു. നിങ്ങൾ ആളുകൾക്കും കൊടുക്കുക, എനിക്കും വേണ്ട, അങ്ങനെ വേണ്ട. അങ്ങനെ എന്നിൽ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു ധന്യനാണ്. അങ്ങനെ അള്ളാഹുവിന് എല്ലാ ഒരാൾക്കും കൊടുക്കുക, അതിൽ നിന്ന് ഓഹരി അള്ളാഹുവിന് അങ്ങനെ വേണ്ട. മൻ അമില അമലൻ അശ്റക മഈ ഫീഹി ഗൈരി, ആരെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുന്നു, അശ്റക മഈ ഫീഹി ഗൈരി, എന്നിൽ മറ്റൊരാളിൽ പങ്കു ചേർത്തുകൊണ്ടാണ് ചെയ്യുന്നത്. നിസ്കാരാകട്ടെ സദഖയാകട്ടെ എന്തു ആകട്ടെ, അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നുണ്ട്, വേറൊരാളെയും അവൻ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്നുണ്ട്, ജനങ്ങളെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവന്റെ പ്രവർത്തനമെങ്കിൽ തറക്തുഹു വശിർക, അവനെയും അവന്റെ ആ ഷിർക്കിനെയും ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ മൻ അമില അമലൻ, ഏതൊരമലും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ അമലും അതിൽ ഉൾപ്പെട്ടു, ചെറുതാകട്ടെ വലുതാകട്ടെ ഏതുമാകട്ടെ. ദുആ ചെയ്യുന്നതാകട്ടെ, ആളുകളെ കാണിക്കാൻ വേണ്ടി ദുആ ചെയ്യുക, അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യുക, എന്തുമാകട്ടെ, ഏതമലാകട്ടെ, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അല്ലാഹു എന്താണ് പറഞ്ഞിട്ടുള്ളത്?
തറക്തുഹു വശിർക. ഇത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അതായത് അള്ളാഹുവിന് വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകൾ കൂടി ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രയും അധികം ശക്തമായ രീതിയിൽ അവനോട് ദേഷ്യത്തോടുകൂടി തറക്തുഹു വശിർക എന്ന രൂപത്തിൽ അള്ളാഹു തആല സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ എന്തായിരിക്കും? ഖബറുകളിൽ പോയി പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ. ഇത് അള്ളാഹുവിനോടും ചോദിക്കുക, അള്ളാഹുവിനും ചെയ്യുക, ഒപ്പം മറ്റൊരാളെ ഉദ്ദേശിക്കുന്നവനെ കുറിച്ചിട്ട് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അമൽ വേണ്ടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, പക്ഷെ വേറൊരാളെ കാണിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, വേറൊരാളെ കാണിക്കാനും ഉദ്ദേശിക്കുന്നു. അത് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ആവശ്യമില്ല, ഞാൻ അതിൽ നിന്ന് ധന്യനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൂർണ്ണമായി അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി അറക്കുന്നവർ, അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നവർ, അള്ളാഹു അല്ലാത്ത ആളുകളിൽ ബരമേൽപ്പിക്കുന്നവർ, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് തിരിഞ്ഞുപോലും നോക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഹദീസ് ഈ അധ്യായമായിട്ടുള്ള ബന്ധം എന്താണ്? നമുക്ക് കിതാബ് തൗഹീദ് പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് അതിൽ ഓരോ തെളിവും അതിന്റെ അധ്യായത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ഹദീസിൽ എന്താണ് അധ്യായമായിട്ടുള്ള ബന്ധം? ഈ ഹദീസിൽ പറയുന്നു, മൻ അമില അമലൻ അശ്റക മഇ ഫീഹി ഗൈരി, ആരെങ്കിലും ഒരു പ്രവർത്തനം പ്രവർത്തിക്കുന്നു, അശ്റക മഇ ഫീഹി ഗൈരി, അതിൽ എന്നിൽ അവർ പങ്കു ചേർക്കുകയാണ്. അപ്പൊ അത് മറ്റൊരാളെ കാണിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ്. ഷിർക്കുൻ അക്ബർ അല്ലെങ്കിലും അത് ഷിർക്കുൻ അസ്ഗറാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള പങ്കു ചേർക്കലാണ്. മറ്റൊരാളെ കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് ഈ ഗണത്തിലാണ് പെടുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടാതെയാകും. നാം നേരത്തെ പറഞ്ഞ വിശദീകരണം മനസ്സിലാക്കുക. അമലിന്റെ നടുവിൽ എവിടെയെങ്കിലും വരിക, ഉടൻ തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്താലല്ലാതെ നാം പറഞ്ഞു ബാക്കിയുള്ള ഘട്ടങ്ങളിലൊക്കെ അവന്റെ അമൽ അത് ബാത്തിലായി പോകുന്ന അവസ്ഥയാണ്. അപ്പൊ അതാണ് ഈ അധ്യായവുമായി ഈ ഹദീസിനുള്ള ബന്ധം. മൂന്നാമതായി കൊടുത്തത് ഖാലൽ മുസന്നിഫു റഹിമഹുല്ലാഹ് വഅൻ അബി സഈദ് മർഫൂഅൻ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് പറയുകയാണ്. എന്താണ് ഹദീസിലുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. ഈ ഹദീസിന് ഒരു പശ്ചാത്തലമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി അബൂ സഈദിന്റെ പൂർണ്ണമായ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെയാണ്, ഖറജ അലൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കറുൽ മസീഹദ് ദജ്ജാൽ. ഞങ്ങൾ ഒരിക്കൽ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മജ്ലിസിലേക്ക് കയറി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ടാകണം അവർ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച്, അതിന്റെ വരവിനെ കുറിച്ചും അപകടത്തെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുകയാണ്. നമുക്കറിയാം, തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മസീഹുദ് ദജ്ജാൽ എന്ന് പറയുന്നത് ഒരു അമ്പിയാവ് പോലും, ഒരു നബി പോലും ദജ്ജാലിന്റെ ഫിത്നയെ കുറിച്ച് പറയാതിരുന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും വലിയൊരു ഫിത്നയായിട്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയും അതുകൊണ്ടാണ് നമ്മളൊക്കെ ഓരോ നിസ്കാരത്തിന്റെ അവസാനത്തിൽ നമ്മൾ അത് പ്രാർത്ഥിച്ചിട്ടേ സലാം കിട്ടാറുള്ളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ തേടണം എന്ന് വന്നിട്ടുണ്ട്. നമ്മൾ അവസാനത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിന് അത്രയും ഗൗരവമുള്ളത് കൊണ്ടാണ്. കാരണം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ നഷ്ടമാകുന്ന എല്ലാ കാര്യങ്ങളും അവന് വലിയ അപകടം പിടിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബാത്തുലിന്റെ ആളുകളുടെ ചെവി കേൾക്കാത്തത്. എന്തുകൊണ്ടാണ്? അവർ പറയുന്ന ബിദ്അത്തിന്റെ ആളുകളാകട്ടെ, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കുഫ്രൻ വാദങ്ങൾ പറയുന്ന ആളുകളാകട്ടെ, എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ അവരുടെ അടുക്കൽ പോയിരിക്കുകയും അവരുടെ ചെവി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? അവരുടെ ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മസീഹുദ് ദജ്ജാൽ അവൻ വന്നു കഴിഞ്ഞാൽ ചില്ലറ ഈമാനൊന്നും മതിയാവുകയില്ല. ദുർബലമായ ഈമാനുള്ള ആളുകളൊക്കെ അവന്റെ പിന്നാലെ പോകും. കാരണം അവൻ ഹക്കൊക്കെ ബാത്തിലാക്കി കാണിക്കും, ബാത്തിലൊക്കെ ഹക്കാക്കി കാണിക്കും, ഇല്ലാത്തതൊക്കെ ഉള്ളതായി തോന്നിപ്പിക്കും. എല്ലാ രൂപത്തിലുള്ള സിഹറുകളും അവന്റെ കയ്യിലുണ്ടാകും. അപ്പോ ദുർബലമായ ഈമാനുള്ള ആളുകളൊക്കെ ആ മരണസമയത്ത് അവന്റെ ഈമാൻ ഇല്ലാതെ കാഫിറായി മരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവർത്തിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ സഹാബത്ത് അത് ചർച്ച ചെയ്യുകയാണ്, മസീഹുദ് ദജ്ജാലിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അടിവരയിടേണ്ട പോയിന്റ്. അപ്പൊ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ആ വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്, അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനെക്കാളും ഏറ്റവും നിങ്ങൾ പേടിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെ എന്നാണ്. അപ്പൊ മസീഹുദ് ദജ്ജാലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ചിന്തിക്കുക, അത്രയും ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് എന്നിട്ടാണ് പറയുന്നത്, അലാ ഉഖ്ബിറുകും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹിദ് ദജ്ജാൽ. എന്റെ അടുക്കൽ മസീഹുദ് ദജ്ജാലിനെക്കാളും
എനിക്ക് നിങ്ങളെ അറിയിക്കാനുള്ള, നിങ്ങൾ പേടിക്കേണ്ടതായ, അതിനേക്കാളും നിങ്ങൾക്ക് പേടി ഉണ്ടാകേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിയിക്കട്ടെയോ? ഖുൽനാ ബലാ, ഞങ്ങൾ പറഞ്ഞു അതെ. ഫഖാല ശിർകുൽ ഖഫീ, അവിടുന്ന് പറഞ്ഞു ഗോപ്യമായ ഷിർക്കാണത് എന്ന് പറഞ്ഞു. ലാഹിറായിട്ടുള്ള, ഗോപ്യമായിട്ടുള്ള, ഖഫീ ആയിട്ടുള്ള ഷിർക്കാണത്. എന്നിട്ട് ഉദാഹരണം പറഞ്ഞു കൊടുത്തു. അൻ യഖൂമ റജുലു യുസല്ലി, ഒരാൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നു, ഫയുസയ്യിനു സലാതഹ ലിമാ യറാ മിൻ നദരി റജുലിൻ, ഒരാൾ അയാളിലേക്ക് നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവനവന്റെ നിസ്കാരം അത് നന്നാക്കി നിസ്കരിക്കുന്നുണ്ട്, നന്നാക്കി അടക്കും ചിട്ടയോടുകൂടി ഖുശൂ ഒക്കെ അഭിനയിച്ച് അവൻ നിസ്കരിക്കുന്നുണ്ട്. ഇത് അശ്ശിർകുൽ ഖഫീയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്? അസ്കൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവരായ, ഏറ്റവും പരിശുദ്ധരായ സഹാബത്തിനോടാണ്. ആ സഹാബത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയമുണ്ട് എന്നാണ് ഈ ഹദീസിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പറയുന്നതല്ല. സഹാബത്തിന്റെ മേൽ ഇത് സംഭവിക്കുക എന്നുള്ളത് വിദൂരമായ കാര്യമല്ല, നിങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, മസീഹു ദജ്ജാലിനേക്കാളും കടുത്ത ഫിത്തനയാണ് എന്ന് അവിടുന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നമ്മളൊക്കെ ഈമാൻ വളരെ ദുർബലമായ ഈമാനാണ്. ആളുകളൊക്കെ, നമ്മളൊക്കെ അങ്ങനെ ഒരു ചിന്ത, നമ്മളൊന്നും ഒരിക്കലും ആദ്യം കാണിക്കാൻ നമ്മൾ ചെയ്യില്ല, അങ്ങനെ ഒരു കാര്യമേ എനിക്കില്ല. സഹാബികളെക്കാളും വലിയ നിർഭയ അവസ്ഥയായിരിക്കും ചിലപ്പോൾ നമുക്ക് പിശാച് നമ്മുടെ മനസ്സിലിട്ട് തരിക. അങ്ങനെ ഒരു അവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ, എനിക്കങ്ങനെ ഒരിക്കലും ചെയ്യാമെന്ന് വരികയില്ല എന്നൊരു നിർഭയ അവസ്ഥ ഒരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ഒരുപക്ഷെ അവനായിരിക്കും ആദ്യം ഇതിൽ പെടുക. എന്നാൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർക്ക് അവരുടെ അമലിനെ സംരക്ഷിക്കാൻ, അത് കാത്തു സൂക്ഷിക്കാൻ എപ്പോഴും പരിശ്രമിക്കുന്നവരായിരിക്കും. അമലുകൾ ചെയ്യുമ്പോഴും ചെയ്തതിനു ശേഷമൊക്കെ അവർക്കത് പേടിയാണ്. അള്ളാഹു താലക്ക് വേണ്ടി മാത്രം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അത് പൊളിഞ്ഞു പോകുമോ എന്നൊക്കെ അവർ പേടിച്ച്, സുന്നത്തനുസരിച്ച് അവർ ചെയ്താൽ പോലും അവർക്കത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള പേടി ഉണ്ടാകും. റിയാ സംഭവിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. അതുകൊണ്ടാണ് അവർ ആവർത്തിച്ച് മാപ്പാക്കാൻ വേണ്ടിയും മഗ്ഫിറത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്, അമലുകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മസീഹു ദജ്ജാലിനേക്കാളും ഷിർക്കുൻ ഖഫി, ഗോപ്യമായ ഷിർക്ക് അപകടമാണ് എന്ന് പറയാൻ എന്തുകൊണ്ടാണ്? എന്താണ് അതിന്റെ ഒരു വജ്ഹ്? പണ്ഡിതന്മാർ പറയുന്നു രണ്ട് വജ്ഹ് അതിനുണ്ട്. അത് രണ്ട് രൂപം അതിന് പറയാൻ സാധിക്കും. അല്ല, അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഷിർക്കുൻ ഖഫി എന്ന് പറഞ്ഞത്, ഗോപ്യമായ ഷിർക്ക് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? അതിനൊന്ന്, അതിന്റെ വഴി ഗോപ്യമാണ്, അത് ഇതിലൂടെയാണ് കടന്നു വരിക എന്ന് നമുക്കറിയില്ല. അതിന്റെ ത്വരീഖ് ഖഫിയാണ്, അതിന്റെ വഴി അത് ഗോപ്യമായ വഴിയാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ കൽബിലേക്ക് എത്തുക എന്ന് ഒരാൾക്കും അറിയുകയില്ല. ഇന്ന വഴിയിലൂടെയാണ് വരിക എന്ന് കണ്ടാൽ നമുക്ക് അതിൽ മാറിക്കയറും. അങ്ങനെ മാറിന്നാൽ മാറിപ്പോകുന്ന ഒരാളല്ല, അതെങ്ങനെയും വരും ഗോപ്യമായ രൂപത്തിൽ. അതായത് ഒരു കറുത്ത പാറയിൽ ഒരു കറുത്ത ഉറുമ്പ് അതിങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല, അത്രയും ഗോപ്യമായിരിക്കും. അതുപോലെ ഷിർക്കുൻ അസ്ഗർ അത് കടന്നു വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അറിയിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് ഷിർക്കുൻ ഖഫി എന്ന് പേര് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, അത് സംഭവിക്കുന്നതിന്റെ മക്കാൻ ഖൽബാണ്, ഗോപ്യമാണ്, പുറത്തുള്ള ഒരാൾക്ക് കാണാൻ സാധിക്കില്ല. അയാൾക്ക് ഷിർക്കുൻ ഖഫി സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് പുറത്തൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഗോപ്യമായ കാര്യമാണത്. ഒരാൾക്കും കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമല്ല. ഖൽബിലാണ് അതിന്റെ സ്ഥാനം. അത് ബാധിക്കുക, രോഗം ബാധിക്കുക ഖൽബിനാണ്. അതാണ് അതിന്റെ, അത് ഖഫിയാണെന്ന് പറയാനുള്ള രണ്ട് കാര്യം. ഇനി എന്തുകൊണ്ട് ഇത് മസീഹു ദജ്ജാലിനേക്കാളും അപകടം പിടിച്ചതാണ് എന്ന് പറയുന്നത്? കാരണം മസീഹു ദജ്ജാലിന്റെ അടയാളങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവൻ ഖസാബാണ്, അതുപോലെ തന്നെ അവൻ ഇലാഹാണെന്ന് വാദിക്കും. അല്ലെ, ഒരാൾ വന്ന് ഇലാഹാണെന്ന് വാദിച്ച ഉടനെ നമുക്ക് മനസ്സിലായിക്കൂടെ ഇവൻ കള്ളനാണ്? നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഉടനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, കള്ളനാണ്. അതുപോലെ തന്നെ അവന്റെ കണ്ണ്, അവന്റെ മസീഹ്, അവന്റെ കണ്ണ് മംസൂഹാണ്, ഒരു കണ്ണ് മാഞ്ഞു പോയിട്ടുണ്ടാവും, ഒറ്റ കണ്ണേ അവനുണ്ടാവുകയുള്ളൂ. ദജ്ജാലിന് ഒരു കണ്ണേ അവനുണ്ടാവുകയുള്ളൂ, അതൊരു നാക്കിസാണ്, കുറവാണ്. ലാഹിറായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, അവൻ മുഖത്ത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മുഅ്മിനീങ്ങൾക്ക് അവന്റെ രണ്ട് കണ്ണിനിടയിൽ കാഫറ, അവൻ നിഷേധിയാണ്, കാഫിറാണ് എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഇതൊക്കെ ഈ അലാമാത്തുകളൊക്കെ ലാഹിറായ ബാഹ്യമായ അലാമാത്താണ്. എന്നാൽ റിയ എന്ന് പറയുന്നതിന് അത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക അടയാളത്തോടു കൂടിയല്ല വരിക, അത് ഇങ്ങനെ ഹൃദയത്തിലേക്ക് അരിച്ചു വരികയാണ് ചെയ്യുക. അതാണ് മസീഹു ദജ്ജാലിനേക്കാളും അപകടം പിടിച്ചതാണ് എന്ന് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മസീഹു ദജ്ജാലിന്റെ ഫിത്ന അതേത് ജമാനിലായിരിക്കും എന്നുള്ളത് അവസാനത്തെ കാലഘട്ടത്തിലാണെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുണ്ട്. രണ്ട്, അതെല്ലാ മനുഷ്യർക്കും അത് ബാധിച്ചോളുന്നില്ല. ഇപ്പൊ നമുക്ക് ഇന്നുവരെ മരിച്ച എല്ലാവരും മസീഹു ദജ്ജാൽ ഫിത്നയിൽ രക്ഷപ്പെട്ടു, മസീഹു ദജ്ജാൽ വന്നിട്ടില്ല. ഇനി അത് അവസാന കാലഘട്ടത്തിലാണ് വരിക എന്നറിയാം. പക്ഷേ റിയ എന്ന് പറയുന്നത് എല്ലാവരും ബാധിച്ചിട്ടുണ്ടാകണം.
അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളും ഉണ്ടാവുകയില്ല. ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും അത് ബാധിക്കുന്നതാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥലത്ത് പോലും അത് കയറിച്ചെല്ലും. മസീഹു ദജ്ജാൽ അവന് മദീനയിൽ കയറിച്ചെല്ലാൻ സാധിക്കുന്നില്ല. എന്നാൽ റിയാ എന്ന് പറയുന്നത് അത് നമ്മൾ മദീന മസ്ജിദിന്റെ അകത്ത് പോയി നിസ്കരിച്ചാലും അത് നമ്മൾ പിടികൂടുന്ന കാര്യമാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള കാബയുടെ മുന്നിൽ പോയി നമ്മൾ നിസ്കരിച്ചാലും അത് നമ്മൾ പിന്നാലെ പിടികൂടുന്ന കാര്യമാണ്. ഏറ്റവും മഹാന്മാരായ ആളുകളുടെ അല്ലെങ്കിൽ ശ്രേഷ്ഠരായ ആളുകളുടെ ഇടയിൽ നിന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ പോലും ചിലപ്പോൾ ഒരുപക്ഷെ അത് കൂടുതലായി നമ്മൾ പിടികൂടുന്നതാണ്. അങ്ങനെയുള്ള ഷർറാണത്, അങ്ങനെ ഒരു തിന്മയാണത്. ബാക്കിയുള്ള തിന്മകളൊക്കെ നമ്മൾ നല്ല ആളുകളെ കാണുമ്പോഴെങ്കിലും പലപ്പോഴും പലരും ഒഴിവാക്കുന്നതാണ്. അല്ലെങ്കിൽ നല്ല സ്ഥലത്തോ നല്ല സമയത്തോ ചിലപ്പോൾ ഒഴിവാക്കിയേക്കും. റമദാനിന്റെ പകലിൽ ആളുകൾ പല തിന്മ ഒഴിവാക്കുന്നുണ്ട്, അല്ലെങ്കിൽ റമദാനിൽ തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നുണ്ട്. മക്കത്തും മദീനത്തും എത്തിയാൽ ആളുകൾ പല തിന്മകളിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. അല്ല, ചില നല്ല സ്ഥലങ്ങളിലും നല്ല സമയങ്ങളിൽ ഒഴിവാക്കുന്നുണ്ട്. റിയ അത് നല്ല സമയങ്ങളിലും നല്ല സ്ഥലങ്ങളിലും ചിലപ്പോൾ നമ്മൾ പിന്നാലെ കൂടും, കൂടുതൽ നമ്മളെ അപകടത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് മറ്റൊരു വജ്ഹാണ്, പിശാചിനെ ദജ്ജാലിനേക്കാളും അപകടം പിടിച്ചതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വജ്ഹാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി റിയായിൽ നിന്നും സ്മഅത്തിൽ നിന്നും ഒക്കെ എന്റെ അമലുകളെ രക്ഷപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലമു വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. നമ്മൾ അമലുകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ റിയായിൽ നിന്നും അതുപോലെയുള്ള എല്ലാ ശിർക്കിന്റെ മുഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അള്ളാഹുവിനോട് എപ്പോഴും അതിന്റെ ആവശ്യക്കാരാണെന്ന രൂപത്തിൽ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളെല്ലാം അവന് വേണ്ടി മാത്രം ചെയ്യുന്ന ഖാലിസായ സാലിഹായ അമലുകളാക്കി മാറ്റുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു തആല അവന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട് നമുക്ക് ഏവർക്കും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها مولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.